പഴയ കാലം പോലെയല്ല. ഇന്ന് കുട്ടികളൊക്കെ പിന്നെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുന്നു, വിദേശത്ത് പോയി പഠിക്കുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല പല സിറ്റികളിലേക്കൊക്കെ യാത്ര ചെയ്ത് പഠിക്കുന്നു. ആണും പെണ്ണും എല്ലാം ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, ഒരുമിച്ച് കോളേജിൽ പഠിക്കുന്നു. ഇതിനൊക്കെ ഇടയിൽ ധാരാളം പ്രണയങ്ങളും ശാരീരിക ബന്ധങ്ങളും ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. മാതാപിതാക്കളെ സംബന്ധിച്ച് അവരവരുടെ കുട്ടികളൊക്കെ വലിയ പരിശുദ്ധരും ഏറ്റവും നല്ലവരും ഏറ്റവും മികവുറ്റവരും വലിയ ബുദ്ധിശാലികളും വലിയ ഭാവിയുള്ളവരും ഒക്കെ ആണെങ്കിലും യാഥാർത്ഥ്യം അങ്ങനെയൊന്നും അല്ല. അവർ പലപ്പോഴും പല ചതിക്കുഴികളിൽ പോയി വീഴുകയും അവർ തന്നെ സ്വയം അത്തരം കാര്യങ്ങളിലൊക്കെ പോയി ധാരാളമായിട്ട് ഇടപെടുകയും അതിൻ്റെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനൊക്കെ എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെയൊക്കെ വന്നിട്ട് കുറച്ച് കാലമൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഒക്കെ നടക്കുകയും ഹോട്ടലിൽ പോയി ഒരുമിച്ച് താമസിക്കുകയും സുഖവാസ കേന്ദ്രങ്ങളിൽ പോയി താമസിക്കുകയും ഒക്കെ ചെയ്ത പല കുട്ടികളും പിന്നീട് ഒരു വിവാഹ ബന്ധത്തിലൂടെ ഒരുമിക്കാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കളൊക്കെ അതിനകത്ത് തടസ്സവാദം ഉന്നയിക്കുകയും ജാതിയും മതവും പോലുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയൊക്കെ ചെയ്യാറുണ്ട്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല. അതുകൊണ്ടൊന്നും യാതൊരു ഗുണങ്ങളുമില്ല. നമ്മൾ ഇന്ന് കുട്ടികളുടെ ഒരു വിവാഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ആ കുട്ടികൾ ചെന്നെത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഏതാ? അവരൊരു പ്രണയത്തിലാണ്, അവരൊരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കാനാണ് ഇന്നത്തെ കാലത്ത് കൂടുതലും ശ്രമിക്കേണ്ടത്. കാരണം ഇന്ന് കല്യാണം കഴിക്കണമെന്ന് പറയുന്നവർ തന്നെ വളരെ കുറവാണ്. ഇനി അങ്ങനെ ഒരു പ്രണയത്തിലേർപ്പെട്ട ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അവരെ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് ഉള്ള തടസ്സം എന്താണ്? അത് വെറും ജാതിയും മതവും സാമ്പത്തിക സ്ഥിതിയും ജോലിയുമൊക്കെയായ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമാണോ? അതോ അതിന് ഉചിതമായ എന്തെങ്കിലും വലിയ കാര്യങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച് വിടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തട്ടി ഇത്തരം കുട്ടികളെയൊക്കെ വേർപിരിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് അവിടെ കൊണ്ടൊന്നും നിൽക്കില്ല. ഇപ്പോൾ പലരെയും ബലം പ്രയോഗിച്ച് വേറെ വിവാഹമൊക്കെ കഴിച്ച് വിട്ടാലും ഈ പഴയതൊക്കെ പിന്നെയും വാട്സാപ്പിലൂടെയൊക്കെ തിരിച്ചു വരും. കാരണം ഈ വാട്സാപ്പും ഇൻ്റർനെറ്റും ഒക്കെ ഉള്ളിടത്തോളം കാലം ഈ ബന്ധങ്ങളൊക്കെ പല രീതിയിൽ തുടരുകയും പിന്നീട് ചെന്ന് കയറിയ വിവാഹ ജീവിതങ്ങൾ കൂടി നശിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ വരാതിരിക്കണമെങ്കിൽ മാതാപിതാക്കൾ കുറച്ചുകൂടെ ജ്ഞാനത്തോടെ ഈ കാര്യത്തിലൊക്കെ ഇടപെടുക. കാലം മാറിയതിൻ്റെ ചുവരെഴുത്തുകളൊക്കെ കൃത്യമായി വായിക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. വിവാഹങ്ങൾ കലാപങ്ങളാക്കുന്നതിൽ മാതാപിതാക്കളൊക്കെ ഒരുപാട് സ്വന്തം കുട്ടികളെ തന്നെ സഹായിക്കുന്നുണ്ടെന്നാണ് പലപ്പോഴും തോന്നുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം ഇടപെട്ട ഒരു ഇഷ്യൂ ആണ്. അവിടെ ആൺകുട്ടിയും പെൺകുട്ടിയും പ്രൊഫഷണൽ രംഗത്തുള്ളവരാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ നേടിയവരാണ്. പക്ഷെ അവർ രണ്ട് മതത്തിലുള്ളവരായതുകൊണ്ട് അവർ തമ്മിലുള്ള വിവാഹത്തെ പേരൻസ് അംഗീകരിക്കുന്നില്ല. ഒരു വീട്ടിൽ തീരെ അത് അംഗീകരിക്കുന്നില്ല. പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പുമായിട്ട് വലിയ പ്രശ്നം. അത് അവസാനം ചെന്ന് നിൽക്കുന്നത് വളരെ മോശമായ നിലവാരത്തിലാണ്. കാരണം ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു കോളേജിലാണ്, ഒരു മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. പഠിക്കാൻ യാത്ര ചെയ്തതൊക്കെ അവർ ഒരുമിച്ചായിരുന്നു. പലപ്പോഴും അവർ കോളേജിലൊക്കെ ക്ലാസ്സിന് അവധിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഹോട്ടലിൽ താമസിച്ചിട്ടാണ് അവർ കോളേജിൽ ചെന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ പലപ്പോഴും അവർ പല സുഖവാസ കേന്ദ്രങ്ങളിലൊക്കെ യാത്ര ചെയ്യുകയും അവിടെയൊക്കെ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ മാതാപിതാക്കൾ പിന്നെ ഈ 30 കൊല്ലം മുമ്പുള്ള വലിയ പാവനമായ സ്നേഹത്തിലായിരുന്നു മക്കൾ, അത് പറഞ്ഞ് നേരെയാക്കാം, കൗൺസിലിംഗ് കൊടുത്ത് നേരെയാക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾ വളരെയധികം ശാരീരികമായിട്ട് തന്നെ ഇടപെട്ട് കഴിഞ്ഞു. ഇനിയാണ് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, ഇതിനകത്തൊരു എക്സ്പ്ലോയിറ്റേഷൻ പോയിൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈ പോകുന്നിടത്തെല്ലാം ഫോട്ടോ എടുക്കുകയും പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ഒരുപാട് അവരുടെ തെളിവുകളും അവരുടെ ഓർമ്മകളും ഒക്കെ അവശേഷിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബുദ്ധിപരമായിട്ടും ജ്ഞാനമായിട്ടും ചെയ്യാവുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിലൊക്കെയുള്ളൊരു ബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ജാതിയും മതവും ഒക്കെ നോക്കി ടെക്നിക്കലായിട്ടുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കാതെ കഴിയുന്നത്ര രീതിയിൽ വളരെ
ഓണറബിളായിട്ട് വളരെ ഡീസൻ്റായിട്ട് അവരെ ഒരുമിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. അതിലൂടെ അവർ ജീവിക്കട്ടെ, അവർ ഉത്തരവാദിത്തോടു കൂടി ജീവിച്ച് അവർ നല്ല മാതൃകകൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണ് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം. വേറൊരു കുട്ടി എന്നെ വിളിച്ചു, ആ കുട്ടിയുടെ പിന്നെ വീട്ടിൽ ഇത് തന്നെ ഒരേ മതമാണ്, ആ മതത്തിൽ തന്നെ രണ്ട് പിന്നെ വിഭാഗം, ആ മതത്തിനുള്ളിൽ തന്നെയുള്ള രണ്ട് ടെക്നിക്കലായിട്ട് എന്തോ സാങ്കേതികമായൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ അതൊന്നും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ വലിയ പ്രശ്നമാണ്. പിന്നെ സർക്കാർ ജോലിയില്ല, സർക്കാർ ജോലിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്? ഇവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ രണ്ട് കുട്ടികൾ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമായിട്ട് എടുക്കുക. കല്യാണം കഴിക്കാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ച് വിടുക. ഇനി സർക്കാർ ജോലിയുള്ളവർ മാത്രമല്ലല്ലോ ഈ നാട്ടിൽ ജീവിക്കുന്ന, സർക്കാർ ജോലിയില്ലാത്ത എത്രയോ പേര് വളരെ മനോഹരമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. സ്വന്തമായി അധ്വാനിച്ചും സ്വന്തമായി പലതും നടത്തിയുമൊക്കെ ഒരുപാട് പേര് ഇവിടെ ജീവിക്കുന്നില്ലേ? പ്രൈവറ്റ് സെക്ടറിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ? ഇതൊക്കെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വേറെ ഒരു വലിയ പ്രശ്നം ഈ അടുത്തിടെ കാണുന്നു, ഒരുപാട് അത്തരം കേസുകൾ കാണുന്നതുകൊണ്ട് പറയുകയാണ്, ഈ ഗൾഫിലുള്ള പഴയ രീതിയിലുള്ള ഗൾഫിലുള്ളവരെ വിവാഹം കഴിക്കുകയും പുരുഷൻ വിദേശത്ത് താമസിക്കുകയും സ്ത്രീ നാട്ടിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇനിയുള്ള കാലത്ത് അതൊക്കെ അത്ര ശാശ്വതമാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം പണ്ട് കാലത്തൊക്കെ പുരുഷൻ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു, സ്ത്രീ നാട്ടിൽ നിൽക്കുന്നു. പക്ഷേ ആ സ്ത്രീ നാട്ടിൽ നിൽക്കുമ്പോൾ അവിടെയൊക്കെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെയാണ് എല്ലാവരും നിന്നുകൊണ്ടിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഒരു പെൺകുട്ടി ഒക്കെ ഒറ്റയ്ക്ക് നാട്ടിൽ താമസിക്കുന്നു, അവരുടെ കയ്യിൽ ഫോണുണ്ട്, വാട്സാപ്പുണ്ട്. അപ്പോൾ പഴയ കൂട്ടുകാരുമായിട്ടൊക്കെ അവർ സമ്പർക്കത്തിലാകുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ സ്ത്രീ ചെന്ന് പെടുന്നു. ചിലയിടത്തൊക്കെ സ്ത്രീയെ വിദേശത്ത് കയറ്റുമതി ചെയ്തിരിക്കുകയാണ്. പിന്നെ നേഴ്സാണ്, വിദേശത്താണ്, പുരുഷൻ നാട്ടിൽ നിൽക്കുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പുരുഷൻ പോകുന്നു. ഒരുമിച്ച് ജീവിക്കാനാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത്. ആ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം വിദേശത്ത് പോയി പണം ഉണ്ടാക്കുന്നതാവരുത്. ഇപ്പം വിദേശത്തെ ഈ പണമൊന്നും ഇല്ലെങ്കിലും അവനവൻ്റെ നാട്ടിൽ നമുക്ക് അധ്വാനിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അധ്വാനം ഉണ്ടെങ്കിൽ ഏത് നാട്ടിലും ഏത് രാജ്യത്തും ഏത് സാഹചര്യത്തിലും നമുക്ക് ജീവിക്കാൻ പറ്റും. അധ്വാനം ഉണ്ടെങ്കിൽ തന്നെ വഴിതെറ്റാനും മോശപ്പെട്ട കാര്യങ്ങളിൽ പോകാനും ഒക്കെയുള്ള സാധ്യതകൾ ഒത്തിരി കുറയും. അധ്വാനം ഉണ്ടെങ്കിൽ ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ എന്നും നമ്മൾ പ്രോഗ്രസ് ചെയ്യും, ഒരു സംശയവുമില്ല. ഇത് ജീവിക്കാൻ അറിയാൻ വയ്യാത്തവരെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ പണത്തെ പറ്റിയൊക്കെ ഒരുപാട് വ്യാകുലതകൾ വേണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേറൊരു പയ്യൻ എന്നെ വിളിച്ചു, സാറേ എനിക്ക് വിവാഹം കിട്ടുന്നില്ല, ഞാൻ ഗൾഫിലാണ്, എനിക്ക് വിവാഹം കിട്ടുന്നില്ല, വയസ്സൊത്തിരിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ആ പയ്യനെ സംബന്ധിച്ച് നാട്ടിൽ ജീവിക്കാൻ അത്യാവശ്യം എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. നാട്ടിലൊരു ചെറിയ ജോലിയൊക്കെ കിട്ടാനുള്ള എല്ലാ ക്വാളിറ്റിയും ഉണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വിദേശത്ത് പോയാലേ വിവാഹം കിട്ടൂ എന്നൊക്കെ ധരിച്ചാണ് വിദേശത്ത് പോയി നിൽക്കുന്നത്. പക്ഷേ വിദേശത്ത് പോയി നിന്നിട്ട് അവന് വിവാഹമൊന്നും കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വിവാഹത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും കുടുംബജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ഒത്തിരി മാറേണ്ടിയിരിക്കുന്നു. വിദേശത്തൊക്കെ ചെന്നാൽ എന്തോ വലിയ കൂടിയ സംഭവമാണ് ജീവിതം എന്നൊക്കെ വിചാരിക്കുന്നു. കാനഡയിലുള്ള ഒരു പെങ്കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ ഞാനും ഹസ്ബൻഡും തമ്മിൽ കണ്ടിട്ട് പോലും ദിവസങ്ങളായി. രണ്ടുപേരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഒരാൾ വെളുപ്പിനെ ഇറങ്ങിപ്പോവും, വേറൊരാൾ രാത്രിയിൽ ഇറങ്ങിപ്പോവും. ഇങ്ങനെയാണ് ജീവിതം. മക്കൾ തന്നെ എങ്ങനെ ഇപ്പോൾ വന്ന മുറിക്കകത്ത് വീടടച്ചിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണ്. ജീവിക്കാൻ അറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. പഴയ കാലമല്ല. ഇപ്പോൾ നമുക്കൊരു വിവാഹ ജീവിതത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹവും അടുപ്പവും ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുമിച്ച് ജീവിക്കാനും പരസ്പരം പങ്കിടാനും അതുപോലെ തന്നെ അവർക്ക് മക്കളുണ്ടാവാനും അതിനുവേണ്ടി അധ്വാനിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ചെറിയ സ്പേസ് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഈ വിവാഹം കഴിച്ചിട്ട് ഒരാൾ അയർലൻഡിലും മറ്റേ ആൾ ശ്രീലങ്കയിലും ഒക്കെ ആയിട്ട് ജീവിച്ചാൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും. പിന്നെ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുടെ മക്കളെ ഒന്ന് എടുത്തു നോക്കുക. നമ്മളിന്ന് പല വീടുകളിലും കാണുന്നൊരു കാര്യമാണ്. ഈ ടീനേജ് ബോയ്സൊക്കെ പിന്നെ വളരെ ഒരു അരക്ഷിതാവസ്ഥയിലാണ്. കാരണം പിതാക്കന്മാർ മിക്കവാറും വിദേശത്തൊക്കെയാണ് പലരും വിളിക്കുന്നത്. അപ്പോൾ മലപ്പുറത്തു നിന്ന് അല്പം മുമ്പ് ഒരാൾ വിളിച്ചതേ ഉള്ളൂ, സാറേ വലിയ പ്രശ്നമാണ്, 13 വയസ്സായ മോൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ ഒരാണായിട്ട് ഒരാളെ കാണാനില്ല. വീട്ടിലാകെ ഉള്ളത് 2 സഹോദരികളായ
മൂത്ത ചേച്ചിമാരും വീട്ടിലൊരമ്മയും ഒരു അമ്മൂമ്മയുമാണ്. അവിടെ ആ പുരുഷനെന്ന് പറയുന്ന ഒരാളില്ല. മോൻ എവിടെയാണ് പഠിക്കുന്ന ഒരു CBSE സ്കൂളിൽ. അവിടെ സാറുമാരില്ല, മുഴുവൻ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ളിടത്താണ് ഈ പയ്യൻ പഠിക്കുന്നത്. ഇവനെ സംബന്ധിച്ച് ഇവൻ എവിടെയാണ് ഒരു റോൾ മോഡലിനെ കണ്ടെത്തേണ്ടത്? എവിടെയാണ് അവനൊരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി ഒരാളെ തിരയേണ്ടത്? അവനങ്ങനെ ഒരാളുമില്ല. അപ്പോൾ അവൻ കാണിക്കാവുന്ന കോപ്രായങ്ങളെല്ലാം കാണിക്കുകയാണ്. സിനിമയിലൊക്കെ കാണുന്ന പല മോഡൽസിനെ അവൻ അനുകരിക്കുകയാണ്. അവൻ തന്നെ പറയുന്ന അവൻ അല്ലു അർജുനാണെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് ഇതെല്ലാം ഓരോ വിഷയങ്ങളാണ്. ഇനിയുള്ള കാലത്ത് നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തേക്കൊന്ന് റീഡിഫൈൻ ചെയ്യണം, വിവാഹത്തേക്ക് റീഡിഫൈൻ ചെയ്യണം. വിവാഹത്തിലൊക്കെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുക, ഒരുമിച്ച് കഷ്ടപ്പെട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുകയും കുടുംബജീവിതത്തിലെ ജോലികളൊക്കെ രണ്ടുപേരും പങ്കുവെച്ച് ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇന്ന് പെൺകുട്ടികൾക്ക് പലർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഈ പ്രണയ വിവാഹം ഒഴിച്ച് പെൺകുട്ടികൾ അധികം വിവാഹത്തിന് താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ പ്രണയ വിവാഹമാകുമ്പോൾ ഒരു അന്ധമായ ഒരു പ്രണയം ഉള്ളത് കൊണ്ട് അതൊരു മോട്ടിവേഷനായിട്ട് ആ വിവാഹത്തിലങ്ങ് സംഭവിക്കുന്നു എന്നുള്ളൂ. അല്ലാതെ വിവാഹം കഴിക്കാൻ പെൺകുട്ടികൾക്കൊന്നും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു വീട്ടുജോലിക്കാരിയുടെ അവസ്ഥയാണ്. നാളെ മുതൽ വേറൊരു വീട്ടിലേക്ക് ചെല്ലുന്നു, അവിടുത്തെ ജോലികളെല്ലാം എൻ്റെ തലയിൽ വരുന്നു, ആഹാരം ഉണ്ടാക്കുന്നതും മക്കളെ നോക്കുന്നതും എല്ലാം എൻ്റെ തലയിൽ വരുന്നു. ജോലി ഉണ്ടെങ്കിൽ പോലും ഈ ജോലിയും കൂടെ എക്സ്ട്രാ അവർ ചെയ്യേണ്ട വരുന്നു. ആണുങ്ങളെല്ലാം വിചാരിച്ച് വെച്ചിരിക്കുന്ന അവരിങ്ങനെ ചാരികസേരയിൽ കിടക്കേണ്ടവരാണെന്നാണ്. അപ്പോൾ അങ്ങനെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. ആൺകുട്ടികൾ നല്ലൊരു ശതമാനവും വിവാഹം കഴിച്ച് അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യമില്ല, അതിനുള്ള ഒരു ലീഡർഷിപ്പില്ല, ആ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ളൊരു മനസ്സില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ പ്രണയവിവാഹങ്ങളൊക്കെ ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. അതിനെ നിരുത്സാഹപ്പെടുത്താനൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ ബലമായിട്ട് പ്രണയിക്കുന്ന ആൾക്കാരെയൊക്കെ മാറ്റി വേറെ വിവാഹത്തിലൊക്കെ പോകുന്നിടത്താണ് പിന്നീട് പല പ്രശ്നങ്ങളും നിരന്തരമായിട്ടുണ്ടാകുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ മക്കളെ അങ്ങ് അമിതമായി വിശ്വസിക്കുകയൊന്നും വേണ്ട. നമ്മുടെ മക്കൾ ഒരു കുഴപ്പവും ചെയ്യാത്ത ആൾക്കാരാണ് എന്ന് പറഞ്ഞ ഒരാളുടെ മകൾ സ്ഥിരമായിട്ട് അവിടെ ഒരു പയ്യൻ്റെ വീട്ടിലെന്നുള്ളതല്ല, അവിടെ ബാംഗ്ലൂരിൽ താമസിക്കുന്നത് തന്നെ ആ ഒരു പുരുഷനോടൊപ്പമാണ്. പറഞ്ഞു വന്നപ്പോൾ അവിടെയാണ് കാര്യം കിടക്കുന്നത്. അവൾ ജോലി ചെയ്യുന്നു, ഒരു പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്നു. ഒരു മുറിയിൽ അവൾ താമസിക്കുന്നു, അടുത്ത മുറിയിൽ വേറൊരു പയ്യൻ താമസിക്കുന്നു. ഇവർ തമ്മിൽ സ്ഥിരമായിട്ട് ഒരുമിച്ചൊക്കെയാണ് താമസം. അങ്ങനെ അത് വിവാഹത്തിലേക്ക് പോകുമ്പോൾ പിതാവ് പറയുന്നു അത് നടക്കത്തില്ല, അത് നമുക്ക് പറ്റിയ വിവാഹമല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ച് അമിതമായി അങ്ങ് വിശ്വസിക്കരുത്. ആ പിതാവ് എന്നോട് പറഞ്ഞത് എൻ്റെ മോളുടെ ഒരു പൊട്ടൻഷ്യൽ സാറിന് അറിയില്ല, അവൾക്ക് ഭയങ്കര സാധ്യതയുള്ളവളാണ്. അത് ശരിയായിരിക്കാം, അത് ഇൻ്റലിജൻസും അങ്ങനെയൊക്കെയുള്ള എബിലിറ്റീസും ഒക്കെയാണ്. പക്ഷേ മോളുടെ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ വേണ്ടത് അവൾക്കുണ്ടായിരിക്കേണ്ട ഒരു ഇമോഷണൽ ഇൻ്റലിജൻസിലാണ്. അല്ലെങ്കിൽ അവളുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിലും അവളുടെ പേഴ്സണൽ ഡിഗ്നിറ്റി സംരക്ഷിക്കുന്നതിലും ഒക്കെ അവളത് കാണിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്താണ് പ്രശ്നം? പയ്യൻ കുറേ ഫോട്ടോസുമായിട്ട് രംഗത്ത് വരികയാണ്, സാറേ ഇങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മൾ അമിതമായി നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള അമിതമായ ധാരണകളൊന്നും വേണ്ട. ഒരു കോളേജ് അധ്യാപകൻ എന്നോട് പറഞ്ഞത്, സാറേ ഇനിയും ഒരിക്കലും ഞാൻ കോളേജ് ടൂറിന് പോവില്ല. കാരണം പലരും ആ കോളേജ് ആ ടൂർ ബസ്സിലൊക്കെ ഇരുന്ന് കാണിച്ചു തന്നു. ഞാൻ ജീവിതത്തിൽ കല്യാണം കഴിച്ചിട്ട് 18 വർഷമായി, ഇന്ന് വരെ ഞാൻ അത്രയും കാര്യങ്ങളൊന്നും കണ്ടിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല എന്ന് പറയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, എല്ലാവരും അങ്ങനെയാണെന്നുമല്ല. പക്ഷേ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇന്ന് ലോകത്ത് നമ്മുടെ മക്കളൊക്കെ കുറച്ചുകൂടെ റിഫൈൻഡായും ഇതിനെയൊക്കെ പൊരുതി നിൽക്കണമെങ്കിൽ അവർക്ക് ചെറിയ പ്രായം മുതൽ, ഞാൻ ധാരാളം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ സാംസ്കാരിക നിലവാരം ഉയർത്തി നിർത്തുന്നതിലും അവരുടെ മൂല്യബോധവും ഡിഗ്നിറ്റിയും റെസ്പെക്റ്റും ഒക്കെ ഉയർത്തി നിർത്തുന്നതിൽ നമ്മൾ ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ട വരും. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ എൻജിനീയറും ഡോക്ടറും ആക്കാൻ മാത്രമാണ് പഠിപ്പിച്ചത്, അവർക്ക് കുറച്ച് ട്യൂഷനും കോച്ചിങ്ങും മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അവർക്ക് വേണ്ട ആത്മീയമായ ചിന്തകളോ അല്ലെങ്കിൽ സാംസ്കാരികമായ ചിന്തകളോ മൂല്യബോധമോ ഒരു ആത്മാഭിമാനമോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവർ എവിടെയും പോയി എന്തുവാകും? അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതിൽ തർക്കിച്ചിട്ടും കാര്യമില്ല. ഞാനിങ്ങനെ ഒരുപാട് പേര് തർക്കിക്കുന്നതൊക്കെ കാണാൻ ഒരു കാര്യവുമില്ല. ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം, പുള്ളി പറഞ്ഞത് അത് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളിങ്ങനെയാണ്. ഞാൻ പറഞ്ഞു അതൊക്കെ കുട്ടിയിലത് വന്നിട്ടുണ്ടോ?
കുട്ടിയിലത് വരണമെങ്കിൽ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ആ കുട്ടിയോടൊപ്പം ഇരിക്കണമായിരുന്നു. ആ കുട്ടിക്ക് നിങ്ങളുടെ മനസ്സിലുള്ള നല്ല ചിന്തകളും ധാരണകളും ഒക്കെ കുട്ടിക്ക് പകർന്നു കൊടുക്കണമായിരുന്നു. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒരു വലിയ അഡ്വക്കേറ്റ് മോളുമായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ആ മകൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് അച്ഛനൊരു ഫ്രോഡാണ്, അച്ഛൻ പറയുന്ന അച്ഛൻ മഹാനാണ്. ഇതെവിടെയാണ് പൊരുത്തപ്പെടുന്നത്? ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളിൽ നിന്നൊക്കെ അമിതമായ പ്രതീക്ഷകളൊന്നും വേണ്ട. ടാങ്കിലുള്ളതേ ടാപ്പിൽ വരുള്ളൂ. നമുക്ക് നമ്മളെ സ്വയം കാണാൻ കഴിയുന്നില്ല. നമ്മുടെ തെറ്റുകളും നമ്മുടെ കുറവുകളും ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? നമ്മളെന്തോ ഭയങ്കരമാണെന്നും നമ്മുടെ കുട്ടികളെല്ലാം അതുപോലെ ഭയങ്കരമായിരിക്കും എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇതൊരു ഫേക്ക് ഐഡൻറ്റിറ്റിയാണ്. നമ്മുടെ കുട്ടികൾ ഇനിയും ശാരീരികമായ ബന്ധവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതിനെ പോലും ഞാനവിടെ ഇതിനകത്ത് ശരിയും തെറ്റും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ സേഫ്റ്റി, അവരുടെ ഒരു ഫിസിക്കൽ സേഫ്റ്റിയും മെൻ്റൽ ഹൈജീനുമൊക്കെ അവർക്ക് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ പോലുള്ളൊരു സൊസൈറ്റിയിൽ നഷ്ടം എപ്പോഴും പെൺകുട്ടികൾക്കായിരിക്കും. ആൺകുട്ടികളും അങ്ങനെ വിഷമിക്കുന്ന ധാരാളം പേരുണ്ട്. എനിക്ക് അടുത്തിടെ വന്ന ഒരു പയ്യൻ എന്നോട് പറഞ്ഞത്, സാറേ ഞങ്ങൾ ഇത്രയും കാലം ഒരുമിച്ചാണ് നടന്നത്, ഒരുമിച്ചെല്ലാം ചെയ്തു, പക്ഷെ ഇപ്പോൾ ലാസ്റ്റിൽ അവൾ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് മാറി. കാരണം കുറച്ചുകൂടെ വലിയ ഒരു മെറ്റീരിയൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ അവൾ എന്നെ വേണ്ടാന്ന് വെച്ച് പോയി. ഞങ്ങളൊരു വിവാഹം കഴിച്ചവരെ പോലെ ജീവിച്ചവരാണ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് പോയ ഒരാളിനെ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ഇങ്ങനെയൊക്കെയാണ് ഇന്ന് ലോകം. എങ്ങനെയൊക്കെയാണ് ലോകം ഉരുത്തിരിഞ്ഞു വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു വന്നൊരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കളെയൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും ആ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കാനും, ചുമ്മാതെ വാശി പിടിച്ചും ദുരഭിമാനം കൊണ്ടും വാശി കൊണ്ടും ഈഗോ കൊണ്ടും ഒന്നും കാര്യങ്ങളെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കാതെ ആ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനം എടുക്കുക. നിങ്ങളുടെ മക്കൾ പിന്നെ എത്തിപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഏതാണ്? അതാണ് ഒരു നല്ല മാതാവ്, നല്ലൊരു പിതാവ്. അതാണ് മറ്റുള്ളവരും ഉപദേശിച്ചു കൊടുക്കേണ്ടത്. ഈ അടുത്തിടെ ഒരു പള്ളിയിലച്ഛൻ ഒരു പെങ്കൊച്ചിനെ അങ്ങ് ഇരുത്തി ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ബ്രെയിൻ വാഷ് ചെയ്ത് അതൊരു പരുവമായിട്ട് എൻ്റെ അടുത്ത് ഓടി വന്നു. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് എന്താ കാര്യം? ആ മനുഷ്യനൊക്കെ ഒരു പുരോഹിതനാണോ? എന്താണൊരു പുരോഹിതൻ? എന്താണൊരു പുരോഹിതനെ പറ്റി സമൂഹം ചിന്തിക്കുന്നത്? ആ സാഹചര്യത്തെ കൃത്യമായി മനസ്സിലാക്കാനും ആ സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയുടെ മാനസികാരോഗ്യത്തിനും ആ കുട്ടിയുമായിട്ട് ചേർന്നിരിക്കുന്ന ആ മറ്റേ വ്യക്തിയെയും കൂടെ കംപ്ലീറ്റായിട്ട് ആലോചിച്ച് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു അഡ്വൈസ്. അല്ലാതെ മാതാപിതാക്കൾ ബ്രെയിൻ വാഷ് ചെയ്യാനായിട്ട് കുറച്ച് കാശ് തന്നു എന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചിട്ട് മാതാപിതാക്കൾക്ക് വേണ്ടി കൊട്ടേഷൻ പണി ചെയ്യേണ്ട ആളാണോ പുരോഹിതൻ? ഇവിടെയൊക്കെയാണ് കുഴപ്പം കിടക്കുന്നത്. ഇങ്ങനത്തെ കുറേ കൗൺസിലർമാരും ഉണ്ട്. ബ്രെയിൻ വാഷിങ്ങും കൗൺസിലിങ്ങും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ ആ സാഹചര്യം എടുത്തിട്ട് അതിലേറ്റവും ഉചിതമായ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഈ മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കുക. അത് ചിലപ്പോൾ ഒരുമിപ്പിക്കലായിരിക്കും, ചിലപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യേണ്ട വരും. പക്ഷെ പല കേസുകളിലും കാണുന്നത് മാതാപിതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ അപക്വമാണ്. അത് കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് മാനസികമായി തളർത്തുന്നു. പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. പല കുട്ടികളും ഇതിൻ്റെ പേരിൽ ഡ്രഗ്സിലേക്കും മറ്റും പോകുന്നു. പല കുട്ടികളും ഇതിൻ്റെ പേരിൽ പിന്നീട് വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. പല കുട്ടികളും അതിനേക്കാളും വളരെ മോശപ്പെട്ട നിലയിൽ പോകുന്നു. എനിക്കറിയാവുന്നൊരു കുട്ടി അവിടെ നിന്ന് തെറ്റി പിന്നെ അവളുടെ ജീവിതത്തിലൂടെ കയറിപ്പോയത് അനേകം പേരാണ്. നമ്മൾ കണ്ടാണ്. കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു യുവ നേതാവിൻ്റെ കഥ തന്നെ നമ്മൾ കേട്ടതാണ്. അതിനകത്ത് ലീഗലായിട്ട് ചിലപ്പോൾ നിലനിൽക്കുന്ന കേസുകളൊന്നും ഇല്ലെങ്കിലും ആ യുവ നേതാവ് പല സ്ത്രീകളുമായും നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരാളായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. അതിൽ ലീഗലായിട്ട് ചിലപ്പോൾ തെറ്റൊന്നുമില്ല. കാരണം വിവാഹം കഴിക്കാത്ത ആളാണ് പുള്ളി. പിന്നെ കണക്ട് ചെയ്ത സ്ത്രീകളെല്ലാം വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ ആ വിവാഹം കഴിച്ച സ്ത്രീകളുടെ കുടുംബജീവിതത്തിൻ്റെ നിലവാരം ഒന്ന് അന്വേഷിച്ച് നോക്കുക. എവിടെയാണ് ഇതൊക്കെ നിൽക്കുന്നത്? ഈ പയ്യനെ പറ്റിയും നമുക്ക് ഉള്ളതൊക്കെ നല്ല വലിയ ചിന്തകളാണ്, വലിയ ഗ്രേറ്റ് ലീഡർ. പക്ഷേ ആ ലീഡർഷിപ്പ് ഗ്രേറ്റ് ആയിരിക്കുമ്പോഴും ഒരു സാമൂഹിക ധാർമ്മികതയിൽ പുള്ളി വളരെ താഴെ പോയി എന്നുള്ളതൊരു വാസ്തവമാണ്. ഇത് ഒരാളുടെ ഒന്നും കാര്യമല്ല. ഇത് പുറത്തു വന്നു. പുറത്ത് വരാത്ത മിടുക്കന്മാരാണ് ഇവിടെ കൂടുതലും ഉള്ളത്. സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പോകുന്ന പലരുടെയും കേസുകൾ പുറത്തു വരുന്നില്ല. എനിക്കറിയാവുന്ന ഒരു പുരോഹിതൻ തന്നെയുണ്ട്. ഇതൊന്നും പുറത്തു വരുന്നില്ല. പുറത്തു വരാത്തത് അവരത്രയും കൂടി സ്മാർട്ടാണ്, അത്രയും കൂടി മിടുക്കരാണ്. പക്ഷെ അത്ര മിടുക്കുള്ളവരെയൊക്കെ ഇന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമൂഹമൊക്കെ വളരെ വളരെ എന്നും പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല. ഞാനിതൊക്കെ പറയുമ്പോഴും ഞാൻ പറഞ്ഞത് ഏത് കാര്യത്തിൽ തീരുമാനമെടുക്കുമ്പോഴും അമിതമായ അന്ധവിശ്വാസവും ദുരഭിമാനവും ഈഗോയും ഒന്നും വെച്ചും
അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ എന്തോ പരിശുദ്ധരാണെന്നും ആ പയ്യനാണ് കുഴപ്പം, ആ പെണ്ണ് എൻ്റെ മോനെ അടിച്ചെടുത്തതാണ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ നിലവാരം കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താതെ ഉചിതമായി ജ്ഞാനത്തോടെ തീരുമാനങ്ങൾ എടുക്കുന്ന എപ്പോഴും നന്നായിരിക്കും. ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലെന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തെ അതിൻ്റെ മെറിറ്റിൽ കണ്ട് അതിനെടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസിലേക്ക് അതിനെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്. നല്ലതെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ പലപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാറില്ല, പക്ഷേ കൂടുതൽ പേര് സബ്സ്ക്രൈബ് ചെയ്താലേ കൂടുതൽ ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു പ്രോഗ്രാം മുമ്പോട്ട് പോകാനുള്ള പ്രോത്സാഹനമാവുകയുള്ളൂ. അതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. അതിന് വേണ്ട സപ്പോർട്ട് തരിക. താങ്ക് യു സോ മച്ച്.